ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഈ ഇലക്ട്രിക് വീൽ ചെയറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യം പറയാനാണ്. അപ്പോൾ ഈ സ്വിച്ചൊക്കെ ഇതിൻ്റെ സ്വിച്ചൊക്കെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ പഠിപ്പിക്കാനാണ്. കുറേ പേർക്ക് അറിയാത്ത പലരും ഇപ്പോഴും ഉണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീൽ ചെയറിൻ്റെ കൺട്രോളർ. ഇതിലാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യമായി എന്നാണെന്ന് വെച്ചാൽ ഇത് പവർ ബട്ടൺ. ഈ ഫസ്റ്റ് കാണുന്നതാണ് പവർ ബട്ടൺ. അത് നമ്മൾ ഓണാക്കുക. ആദ്യം ഓണാക്കുമ്പോൾ ഒരു ഒച്ചയൊക്കെ വരും. മൊത്തം ഫുള്ളാണെങ്കിൽ അതിൽ 5 കട്ടയുണ്ടാവും. ചിലതിൽ ഗ്രീന്, ചുവപ്പ്, മഞ്ഞ, അങ്ങനെ 3 കളറിലാണ് വരിക. ഇതിൻ്റെ മീറ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ള് പച്ചയാണ്. അപ്പോൾ മീറ്റർ മാറ്റിയപ്പം അത് പലതിലും കാണും. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു മഞ്ഞയും ഒരു ചുവപ്പും ആവും. അപ്പോൾ ഈ ചുവപ്പേ വന്ന് നിൽക്കുമ്പോഴാണ് വണ്ടി കുത്തിയിടേണ്ടത്. അപ്പോൾ ചുവപ്പേക്ക് വരണമെന്നില്ല, ഒരു 2 കട്ടയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുത്തിയിടാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അടി കാണുന്നത് ഓണാണ്, ഓൺ ബട്ടനാണ്. അത് ഞാൻ ഓണിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കുന്നത് ഇത് സ്പീഡാണ്. ഇപ്പോൾ ഈ വണ്ടി 3-ലാണ് കിടക്കുന്നത്. നമുക്കിങ്ങനെ കുറയ്ക്കും കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യമൊക്കെ ആയിട്ട് വണ്ടി ഉപയോഗിക്കുമ്പം എപ്പോഴും 1-ലിടണം. അല്ലെങ്കിൽ വെച്ചാൽ നമ്മൾ പെട്ടെന്നൊക്കെ ഇത് കൊടുക്കുമ്പം ഭയങ്കരമായിട്ട് സ്പീഡിലങ്ങ് പോകും. അപ്പോൾ 1-ലിട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊടുത്താലും ഒരു ലിമിറ്റിലേ പോവുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാം കേട്ടോ. മൊയിൽ ആമാന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്, അതിൻ്റെ ആകൃതി കൊടുത്തേക്കുന്നത്. പിന്നെ വരുന്നത് ഇത്രയും ഓപ്ഷനാണ് സാധാ വീൽ ചെയറിന് കാണുക. ഇതിച്ചിലൂടെ സെറ്റപ്പ് കൂടിയ വീൽ ചെയർ ആകുമ്പം ഇവിടെ കുറച്ച് സ്വിച്ച് കാണും. അതെല്ലാം വീൽ ചെയറിനും ഉണ്ടാവില്ല. അതെന്ന് പറഞ്ഞാൽ കൈയൊക്കെ നമുക്ക് പൊക്കാനൊക്കെ പറ്റുന്നതാണ്. നമുക്ക് ഈ വണ്ടി ബെഡ് പോലെ ആക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള സെറ്റിങ്സാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ ഞെക്കുമ്പം നമ്മുടെ ഫ്രണ്ടിലെ 2 സ്റ്റെപ്പും മേലോട്ട് പോകും, അങ്ങനെ താഴോട്ടും പോകും. അപ്പോൾ നമ്മൾ ഈ ഒന്നും കൂടെ ഞെക്കുമ്പോൾ 3 വർക്ക് ചെയ്യും. 3 വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബേക്കിലെ തല, 2 കാല്, അങ്ങനെ 3 കൂടെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഞെക്കണ്ടെങ്കിൽ ഇവിടെ ഞെക്കിയാൽ കാലിൻ്റെ ഒരു സൈഡ് മാത്രമാവും, ഇപ്പുറത്ത് ഞെക്കിയാൽ കാലിൻ്റെ ഒരു സൈഡ് മാത്രമാവും. അങ്ങനെയാണ് വരുന്നത്. നമുക്ക് തല മാത്രമായിട്ട് താത്തണമെങ്കിൽ ജസ്റ്റ് ഞെക്കിയിട്ട് ഇതിനെ ബാക്കോട്ടാക്കിയാൽ പൊക്കോളും. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ ഒരു ഒച്ച കേൾക്കും. അപ്പോൾ ഇങ്ങനെ വെക്കും. അപ്പോൾ പരമാവധി നിങ്ങൾ വണ്ടി ഉപയോഗിക്കുമ്പം എപ്പോഴും 1-ലിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.